ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ്. ഞാൻ ഇന്നിവിടെ ബ്രൈഡ്സ് ആകാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു സാരി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സാരി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ചിലർ കളർ ബേസ് ചെയ്ത് പറയും, പിന്നെ ചിലർക്ക് ഒരു എമൗണ്ട് കാണും, അതിനപ്പുറം പോകാൻ പാടില്ല. പക്ഷേ ഇതിനൊക്കെക്കാലം ഉപരിയായിട്ട് സാരി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഹൈറ്റാണ്. അതായത് ഇപ്പോൾ ഞാൻ വന്നിട്ട് 5.5 ആണ്. ഇപ്പോൾ 5.5 ആയ എനിക്ക് ഒരു 3 ഫിംഗർ വീതിക്ക് മേളിൽ പോയാൽ, അതായത് 4 ഫിംഗർ 5 ഫിംഗർ അല്ലെങ്കിൽ ഒരു 2 കൈപ്പത്തി വരുന്ന അളവ് 10 ഫിംഗർ ഇതുമാതിരി പോയി കഴിഞ്ഞാൽ ആ സാരി വന്ന് വളരെ ലാർജായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ ഹൈറ്റിന് അത് വരുമ്പോൾ എൻ്റെ ഹൈറ്റ് വളരെ കുറവായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും സാരി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു 3 ഫിംഗർ വീതിയായിരിക്കണം. അപ്പോൾ ആ കസവ് 3 ഫിംഗർ വീതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊക്കത്തിനെ അത് ബാധിക്കാറില്ല. അല്ല 4 ഫിംഗർ 5 ഫിംഗർ അത് ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വളരെ വീതി കൂടിയ സാരീസ് എടുക്കുമ്പം നമ്മുടെ ഈ മുട്ടിൻ്റെ താഴേക്ക് ആ വീതി വളരെ കൂടുമ്പോൾ നമ്മുടെ ഹൈറ്റ് വീണ്ടും കുറവായിട്ട് തോന്നും. അതുകൂടാണ്ട് നമ്മളിപ്പോൾ സാരീസ് എന്താ ചെയ്യണം, 8 പ്ലീറ്റുകൾ ചിലപ്പോൾ ഫ്രണ്ടിൽ എടുക്കാറുണ്ട്, 12 പ്ലീറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വേസ്റ്റായി പോവുകയാണ് ചെയ്യണത്. അത് കാരണം ഇനി ബ്രൈഡാകാൻ പോകുന്ന നിങ്ങൾ സാരി തിരഞ്ഞെടുക്കുമ്പോൾ കസവിൻ്റെ ബോർഡറിൻ്റെ വീതി 3 ഫിംഗർ 4 ഫിംഗർ 5 ഫിംഗർ എന്ന രീതിക്ക് ക്രമപ്പെടുത്തുക. അപ്പോൾ പുതിയ ഒരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.